ദേവനാമത്തിന് മൊത്തം പ്രൈമറി ഗ്രേഡിലെ രണ്ടാമത്തെ ക്വാർട്ടർ രണ്ടാമത്തെ പാഠമാണ് നാം ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചു ഈ ക്വാർട്ടർ മുഴുവൻ നാം ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? അപ്പോസ്തലന്മാരെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് പത്രോസ് പ്രഥമ അപ്പോസ്തലൻ. പ്രഥമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്നാണ് അർത്ഥം. അപ്പോൾ പാഠത്തിന്റെ പേര് പത്രോസ് പ്രഥമ അപ്പോസ്തലൻ. എങ്ങനെയാണ് പത്രോസ് പ്രഥമ അപ്പോസ്തലനായെന്ന് അറിയാമോ? കാരണം പത്രോസ് ആയിരുന്നു യേശുവിന്റെ ആദ്യത്തെ ശിഷ്യൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ യേശു ക്രിസ്തു എങ്ങനെയാണ് പത്രോസിനെ കണ്ടെത്തിയെന്നും പത്രോസിന് മാത്രം ഉണ്ടായിരുന്ന ചില പ്രത്യേകതകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പത്രോസ് യേശുവിനെ കണ്ടെത്തുന്നു. പത്രോസ് എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഗലീല കടലിന്റെ കിഴക്കുള്ള ഒരു തീരപ്രദേശമായ ബെത്സയിദയിലാണ് ഈ പത്രോസ് താമസിച്ചിരുന്നത്. ബെത്സയിദയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലും മീൻപിടുത്തം തന്നെയാണ്. അപ്പോൾ പത്രോസും ഈ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പത്രോസിന്റെ പ്രധാനപ്പെട്ട തൊഴിലും മീൻപിടുത്തമായി മാറി. പത്രോസിന്റെ ആദ്യത്തെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ശീമോൻ എന്നായിരുന്നു. എന്നാൽ യേശുവാണ് ഈ ശീമോന് പത്രോസ് എന്ന പേര് നൽകിയത്. ഈ പത്രോസിന് കേഫ എന്ന് അരാമ്യ ഭാഷയിലും പെട്രോസ് എന്ന് ഗ്രീക്ക് ഭാഷയിലും പറയും. അതിന് നമ്മൾ മലയാളത്തിലാണ് പത്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയോ? ഓക്കെ, ഇത്രയും മാത്രം ഓർത്താൽ മതി. ശീമോൻ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്. യേശു ആ ശീമോന് പത്രോസ് എന്ന് പേര് മാറ്റി. ഈ രണ്ട് വാക്കുകൾക്കും രണ്ട് അർത്ഥമുണ്ട് കേട്ടോ. ശീമോൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാങ്ങണ എന്നാണ്. ഞാങ്ങണ, നിങ്ങൾ ഞാങ്ങണ കണ്ടിട്ടുണ്ടോ? ഈ തോടിന്റെയും ആറിന്റെയും ഒക്കെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാങ്ങണ എന്ന് പറയുന്ന ഒരു ചെടി നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നല്ല ലോങ് ആയിട്ട് പൊങ്ങി നിൽക്കും. വളരെ കട്ടി കുറഞ്ഞ് വളരെ പൊങ്ങി നിൽക്കുന്നതായ ഒരു ചെടിയാണ് ഈ ഞാങ്ങണ. കാറ്റ് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വളയും, ഇപ്പുറത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് വളയും. അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കാതെ വളരെ ആരോഗ്യമൊന്നുമില്ലാത്ത ഒരു ചെടിയാണ് ഈ ഞാങ്ങണ എന്ന് പറയുന്നത്. എന്നാൽ പത്രോസ് എന്ന് പറഞ്ഞാലോ പാറ എന്നാണ് അർത്ഥം, അല്ലെ? ഇപ്പൊ ഒരു പാറ കഷ്ണമാണെങ്കിൽ പോലും ഒരു കാറ്റൊന്നും അങ്ങനെ അടിച്ചാൽ പെട്ടെന്ന് അനങ്ങുന്ന ഒരു സ്വഭാവമല്ല. അപ്പൊ ഞാങ്ങണ എന്ന് പറയുന്ന സ്വഭാവമായ ആ ശീമോൻ എന്ന പേരിനെ യേശു എന്ത് ചെയ്തു? പത്രോസ് എന്ന പേരുള്ള ഒരു ഉറപ്പും ധൈര്യവും ഉള്ള ഒരു പാറയാക്കി മാറ്റി. ആ പത്രോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. എത്ര ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു? 12 ശിഷ്യന്മാരായിരുന്നു. അതിൽ ആദ്യമായിട്ട് യേശു തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നമ്മുടെ പത്രോസ്. അതുകൊണ്ട് തന്നെയാണ് പ്രഥമ അപ്പോസ്തലൻ എന്നും പത്രോസിനെ പറയുന്നത്. അപ്പോൾ യേശു പത്രോസിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് പഠിക്കാം. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് യേശു പത്രോസിനെ തിരഞ്ഞെടുക്കുന്നത്. ഒരിക്കൽ യേശു ഗലീല കടൽക്കരയിൽ കൂടി നടക്കുകയായിരുന്നു. ആ സമയത്ത് പത്രോസും തൻ്റെ സഹോദരനായ അന്ത്രയോസും ഒരുമിച്ച് മീൻ പിടിക്കുന്നത് കാണുകയുണ്ടായി. അപ്പോൾ അതുവരെ മീൻ മാത്രം പിടിച്ചുകൊണ്ടിരുന്ന ഈ പത്രോസിനോടും യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പത്രോസിന് വളരെയധികം അത്ഭുതം തോന്നി. കാരണം മനുഷ്യരെ പിടിക്കുകയോ? ഞാനിതുവരെ മീൻ മാത്രമല്ലേ പിടിച്ചിട്ടുള്ളൂ. ഏതായാലും ഒരക്ഷരം ഉണ്ടാതെ വണ്ണം തൻ്റെ വലയും തങ്ങൾ ഒരുപക്ഷെ പിടിച്ചു വച്ചിരുന്ന മീനൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് താനും അന്ത്രയോസും യേശുവിന്റെ പിന്നാലെ പോയി. യേശു പറഞ്ഞത് എന്താണ്? എന്നെ അനുഗമിക്കുക. മറ്റൊന്നും എടുക്കാൻ യേശു പറഞ്ഞില്ല. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിനെ പത്രോസും അന്ത്രയോസും പിൻഗമിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തുടർന്ന് ഈ പത്രോസ് യേശുവിന്റെ ഒരു ശിഷ്യനായി മാറി. ആ ശിഷ്യനാണ് നമ്മുടെ പ്രഥമ അപ്പോസ്തലനായ ഈ പത്രോസ്. ഇനി നമ്മൾ പത്രോസിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളാണ് അല്ലേ? ചില കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ചിലരാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും, മറ്റു ചിലരാണെങ്കിലോ വളരെ കാമായിട്ട് ക്വയറ്റായിട്ട് ശാന്തശീലരായിരിക്കും അല്ലേ? നിങ്ങൾ വിചാരിക്കും ഒരു വീട്ടിലെ 2 കുട്ടികളെ എടുത്താൽ തന്നെയും അതിൽ തന്നെ വ്യത്യസ്ത ഗുണങ്ങളായിരിക്കും. ഒരാൾ ചിലപ്പോൾ അല്പം ദേഷ്യമൊക്കെ പെടുന്ന അല്ലെങ്കിൽ എന്തിനും വാശി പിടിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയാണെങ്കിലോ വളരെ സാധുവായിരിക്കാം. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 വ്യത്യസ്ത സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ പത്രോസിനും ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഒന്നാമതായി നാം പഠിക്കുന്നത് ധൈര്യവും ഉറച്ച തീരുമാനം ഉള്ള വ്യക്തിയാണ് പത്രോസ്. നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടോ? കടൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? ബീച്ചിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പോകാനും പറ്റുന്നില്ല, എങ്കിലും നമ്മൾ ബീച്ചൊക്കെ നമുക്ക് പോകാൻ വളരെ ഇഷ്ടമാണ് അല്ലെ? കടൽക്കരയിൽ കൂടെ മണലിലൊക്കെ കളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എന്നാൽ കടലിലോട്ട് ഇറങ്ങാനോ? ഒരല്പം സൈഡിലോട്ട് ഇറങ്ങാൻ കുറച്ച് പേർക്ക് ഇഷ്ടമായിരിക്കും. എന്നാൽ അതും കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകാനോ?
നമുക്ക് പേടിയാ അല്ലേ? എന്നാൽ ഈ പത്രോസ് എന്ന് പറഞ്ഞാൽ കടൽ ഭയങ്കര ധൈര്യമുള്ള ഒരു സ്ഥലമാണ്. ഈ പത്രോസിന് എങ്ങനെ വേണമെങ്കിലും ഈ കടലിനുള്ളിൽ നീന്താൻ അറിയാം. ഒരിക്കൽ പത്രോസും ശിഷ്യന്മാരും കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. യേശു വെള്ളത്തിൽ കൂടെ നടന്നു വരികയായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടിട്ട് അവർ ആദ്യം ഒന്ന് ഭയപ്പെട്ടെങ്കിലും പിന്നീട് അത് യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ ആ ശിഷ്യന്മാരിൽ ഒരു വ്യക്തി എഴുന്നേറ്റെന്ന് പറഞ്ഞു, അത് യേശു ആണെങ്കിൽ, അങ്ങാണെങ്കിൽ ഞാനൊന്ന് നടന്നു വരട്ടെ എന്ന് ചോദിച്ചു. യേശു പറഞ്ഞ ഉടൻ തന്നെ പത്രോസ് കപ്പലിൽ നിന്ന് ഇറങ്ങി നടന്നു. അപ്പോൾ വളരെ ധൈര്യമുണ്ടല്ലേ? വലിയ ആഴക്കടലാണ്, അതായത് ഈ കടലിന്റെ അറ്റമൊന്നും അല്ല, നടുക്കടലിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്നാൽ അതൊന്നും നോക്കാതെ വണ്ണം പത്രോസ് വളരെ ധൈര്യത്തോടുകൂടി സാവകാശം കടലിൽ കൂടെ നടന്നു പോകുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ്, പത്രോസ് ധൈര്യവും ഉറച്ച തീരുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പത്രോസ്. രണ്ടാമതായി പൂർണ്ണമായും അനുസരിക്കുന്നവനായിരുന്നു. ഒരിക്കൽ പത്രോസ് മീൻ പിടിക്കാനായി കടന്നുപോയി. രാവിലെ മുതൽ വൈകിട്ട് വരെയും വളരെ അധ്വാനിച്ചു. തന്റെ പരിചയം കൊണ്ട് എവിടെയൊക്കെ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാം താൻ അവിടെ എല്ലാം വല വീശി നോക്കി. എന്നാൽ ഒരു മീൻ പോയിട്ട് ഒരു നൊത്തോലി, ഒരു കുഞ്ഞു മീൻ പോലും കിട്ടിയില്ല. വളരെയധികം നിരാശനായി. ഇനി മീൻ പിടിക്കണ്ട, ഇന്നത്തേക്ക് ഇനി മതി എന്ന് പറഞ്ഞ് നിർത്തിയ ആ പത്രോസിനോട് യേശു പറഞ്ഞു, പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുക, പടകിന്റെ വലതുവശത്ത് വല വീശുക. മറ്റൊന്നും മറുത്ത് പറയാതെ വേണം പത്രോസ് അവിടെ വല വീശിയതായും അവിടെ നമുക്ക് 153 മീനുകളെ കിട്ടിയതായും നമുക്കറിയാം. അപ്പോൾ പത്രോസിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും അനുസരിക്കുന്നവരാണ്. ഈ പത്രോസ് പലതവണ അവിടെ വല വീശി നോക്കിയതല്ലേ, ആ പടകിന്റെ അടുത്തോ സൈഡിലോ ആ ഏരിയയിലൊന്നും ഒരു മീനും ഇല്ലാന്ന് തനിക്കറിയാം. കാരണം പലതവണ വല വീശിയതല്ലേ, ഒരു മീൻ പോലും കിട്ടിയില്ലല്ലോ. എങ്കിലും യേശു പറഞ്ഞ ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ പത്രോസ് ഇവിടെ പറയുന്നു, നാഥ നിന്റെ വാക്കിന് ഞാൻ വല വീശാം. അപ്പോൾ പൂർണ്ണമായ ഒരു അനുസരണയാണ് പത്രോസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ അനുസരണയോടുകൂടി പത്രോസ് അവിടെ വല വീശുകയും എത്ര മീൻ കിട്ടി? 153 മീനുകളെ കിട്ടിയതായും നമുക്കവിടെ വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നു. അപ്പോൾ പത്രോസ് വളരെ അനുസരണയുള്ള ഒരു വ്യക്തിയായിരുന്നു. മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, യേശുവിനെ ആഴത്തിൽ അറിഞ്ഞവനാണ്. നമുക്ക് യേശുവിനെ അറിയാം അല്ലെ? യേശു എന്താണ്? യേശു ഭൂമിയിലേക്ക് വന്നു, ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ അറിവിനേക്കാളും അപ്പുറമായിട്ട് കുറച്ചുകൂടെ വ്യക്തിപരമായിട്ട് ഹൃദയംഗമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പത്രോസ്. പത്രോസിന്റെ വാക്കുകളിലും തന്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വളരെ വ്യക്തിപരമായി വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരിക്കൽ പത്രോസ് ഇപ്രകാരം പറയുന്നു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അപ്പോൾ മറ്റു ശിഷ്യന്മാരിലൊന്നും കാണാൻ കഴിയാത്തതായ ഒരു ആഴമായ ഒരു അറിവിനെയാണ് നമുക്ക് ഇവിടെ പത്രോസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നാലാമതായി ധൈര്യത്തോടെ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച ഒരു വ്യക്തിയാണ് പത്രോസ്. ഒരിക്കൽ പത്രോസും യോഹന്നാനും യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. അവിടെ കൂടിയിരുന്ന യഹൂദന്മാർ ഇവരെ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത്. എന്നാൽ പത്രോസ് എന്ത് ചെയ്തു? പേടിച്ചു വിറച്ചു പോയോ? ഇല്ല. പത്രോസ് ധൈര്യത്തോട് അവർ ഉത്തരം പറഞ്ഞു, ഞങ്ങൾ ഇനിയും യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ധൈര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പത്രോസ്. അപ്പോൾ നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് പത്രോസിന്റെ ജീവിതത്തിൽ വന്നതായ ചില വ്യത്യാസങ്ങളായിരുന്നു. പത്രോസ് ആദ്യം ആരായിരുന്നു? പത്രോസ് ശീമോനായിരുന്നു. ശീമോൻ എന്ന് പറഞ്ഞാൽ ഞാങ്ങണ, ആടിപ്പോകുന്ന ഒരു ചെടി പോലത്തെ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പത്രോസ്. എന്നാൽ യേശുവിനെ കണ്ടെത്തിയത് കാരണം പത്രോസിലുണ്ടായ ആ രൂപമാറ്റം അവന് ഉറപ്പും ധൈര്യവും ഉള്ളവനാക്കി മാറ്റി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ധൈര്യത്തോടെ നേരിടുവാനുള്ള ഒരു ചങ്കുറപ്പ് പത്രോസിന് ലഭിച്ചു. ഇനി നമ്മൾ പത്രോസിൽ കൂടി ദൈവം ചെയ്തതായ ചില വീര്യ പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് പഠിക്കാം. പ്രധാനമായും പത്രോസ് ചെയ്തതായ 5 അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓരോന്നും പോയിന്റായിട്ട് പറയാം. റെഫറൻസും ഞാൻ സ്ക്രീനിൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ച് നിങ്ങൾക്ക് സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായി, ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന മുടന്തനെ പത്രോസ് സൗഖ്യമാക്കുന്നു. രണ്ടാമതായി, അനന്യാസിന്റെ ജീവിതത്തിലെ ദൈവിക ശിക്ഷ. മൂന്നാമതായി, ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വന്ന രോഗികൾ സൗഖ്യമാകുന്നു. നാലാമതായി, അനന്യാസിന്റെ സൗഖ്യം. അഞ്ചാമതായി, മരിച്ചുപോയ തബീതയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. പത്രോസ് മരിച്ചു കിടന്ന ആ കുട്ടിയോട് പറഞ്ഞു, തബീത കൂമി എന്ന് പറഞ്ഞാൽ ബാലെ എഴുന്നേൽക്ക. ഉറങ്ങിക്കിടന്ന ഒരു കുട്ടി എഴുന്നേൽക്കുന്നത് പോലെ മരിച്ചു കിടന്നതായ ഈ തബീത അവിടെ ഉയർത്തെഴുന്നേൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ യേശുവിന് വേണ്ടി അധികം പ്രവർത്തിച്ച, ശക്തമായി നിലകൊണ്ട ഒരു ധീര അപ്പോസ്തലനായ
പത്രോസിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിച്ചത്. പത്രോസ് സാഹചര്യങ്ങളെ കണ്ടോ പ്രതികൂലങ്ങളെ കൊണ്ടോ ഒന്നും ഭയന്നു മാറുകയില്ല. എന്തിനേയും ധീരതയോടെ നേരിടുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ക്രിസ്തു തന്നെ ദൈവപുത്രനെ സ്ഥാപിക്കുന്നതിൽ വളരെയധികം വ്യഗ്രതയോടെ പ്രവർത്തിച്ച ഒരു അപ്പോസ്തലൻ കൂടിയായിരുന്നു ഈ പത്രോസ്. ഈ പത്രോസിന്റെ പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമോ? ചരിത്രം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ തല കീഴായി ക്രൂശ് മരണം വരിച്ചാണ് ആ പത്രോസ് മരണം വരിക്കുന്നത്. യേശുവിനെ കണ്ടെത്തുന്നവരെയും അവൻ ശീമോൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ യേശുവിനെ കണ്ടെത്തിയതിനു ശേഷമോ ഉറപ്പും ധൈര്യമുള്ള ഒരു പത്രോസ് ആയിട്ടാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കും പത്രോസിന്റെ ജീവിത രീതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഉറപ്പും ധൈര്യമുള്ളവനായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. അതിനെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠത്തിൽ നൽകിയിരിക്കുന്ന 3 ചോദ്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ശീമോൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ശീമോൻ എന്ന പേര് മാറിയത് എങ്ങനെ? ശീമോൻ എന്ന പേരിന്റെ അർത്ഥം ഞാങ്ങണ എന്നാണ്. എന്നാൽ യേശു അവനെ വിളിച്ചതിന് ശേഷം യേശുവാണ് ശീമോനിന്റെ പേരിനെ മാറ്റി പത്രോസ് എന്ന് പേര് മാറ്റിയത്. രണ്ടാമത്തെ ചോദ്യം, പത്രോസിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? പത്രോസിന്റെ 4 വിധത്തിലുള്ള സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. 1, ധൈര്യവും ഉറച്ച തീരുമാനമുള്ള വ്യക്തിയായിരുന്നു പത്രോസ്. 2, പൂർണ്ണമായും അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. 3, യേശുവിനെ ആഴത്തിൽ അറിഞ്ഞവനായിരുന്നു. 4, ധൈര്യത്തോടെ യേശുവിനെ പ്രസംഗിച്ച വ്യക്തിയായിരുന്നു. മൂന്നാമതായി, പത്രോസിൽ കൂടി ദൈവം ചെയ്ത പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ എന്തെല്ലാം? നാം ഇന്നത്തെ പാഠത്തിൽ പ്രധാനപ്പെട്ട 5 അത്ഭുതങ്ങളെ കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. 1, ദൈവാലയത്തിന്റെ ഗോപുരത്തിങ്കിൽ ഇരുന്നതായ മുടന്തനെ സൗഖ്യമാക്കുന്നു. 2, അനന്യാസിന്റെ ജീവിതത്തിൽ ദൈവിക ശിക്ഷ ഉണ്ടാകുന്നു. 3, ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വന്ന രോഗികളെ സൗഖ്യമാക്കുന്നു. 4, ഐനയാസിന്റെ സൗഖ്യം. 5, തബീതയെ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിലെ മനപ്പാഠ വാക്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി പറയാം, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ ഈ മനപ്പാഠ വാക്യം പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നാം പത്രോസിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് നാം പഠിച്ചത്. അത് നന്നായിട്ട് കേൾക്കുക, പഠിക്കുക, നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുക. അടുത്ത ആഴ്ച നമുക്കൊരു പുതിയ അപ്പോസ്തലനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം നമ്മളെയും ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.